എല്ലാവർക്കും നമസ്കാരം. മിലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്മോക്ഡ് പനീർ മസാലയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു ടിപ്പുണ്ട്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടാലേ റെസ്റ്റോറൻറ്റിൽ വെക്കുന്ന കൂട്ട് തന്നെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വെക്കാൻ സാധിക്കൂ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു 200 ഗ്രാം പനീറിൻ്റെ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഒരു 3 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, ഒരു സവാള ഇതുപോലെ പെറ്റൽസ് ആക്കി എടുത്തത്, ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു വലിയ ക്യാപ്സിക്കം കുറച്ച് വലുതായി അരിഞ്ഞതും കുറച്ച് ചെറുതായി അരിഞ്ഞതും, ഒരു 2 ടൊമാറ്റോ, ഒരു ഏകദേശം ഒരു 20 കാഷ്നട്ട് ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തത്. ഇത്രയാണ് നമുക്ക് പനീർ ചെയ്യാനായിട്ട് വേണ്ടത്. നമ്മളിനി ഈ പനീർ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമ്മുടെ പനീർ ഇവിടെ നന്നായിട്ട് ഷാലോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കുമ്പോഴൊക്കെ ഇത് പൊട്ടിപ്പോകാതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് ഒനിയൻ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് മസാല തയ്യാറാക്കാനായിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴളണം. ഇതിലേക്ക് ക്യാപ്സിക്കം, തക്കാളി പകുതി ചേർത്ത് കൊടുക്കണം. നമ്മൾ 2 തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതി തക്കാളി നമ്മളിപ്പം ചേർത്ത് കൊടുക്കണം. പകുതി ആ ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കവും ഇപ്പം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കവും തക്കാളിയും എല്ലാം നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിലിട്ട് ഇതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ സവാള വഴറ്റിയത് മാത്രം നമ്മൾ മാറ്റി വയ്ക്കണം. ഏകദേശം ഇത്രയും നമ്മൾ മാറ്റി വയ്ക്കണം. ബാക്കി നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കിനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ആ സവാളയിലോട്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ ചേർത്തു. ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്. തീ എപ്പോഴും നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളുടെ ബാക്കി വന്നിരിക്കുന്ന തക്കാളി, വലുതായിട്ടരിഞ്ഞ ക്യാപ്സിക്കം, ഒനിയൻ പെറ്റൽസ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊത്തിരി വഴലണ്ട. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇത് വഴലണ്ട.
നമുക്കിനി നമ്മുടെ ഉള്ളിയും തക്കാളിയും ആ മിക്സ് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമ്മളെടുത്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തക്കാളിയുടെയും ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് ഒന്ന് വാടി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. തൈരൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ്. വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തിക്കായിട്ടും ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ വെള്ളം നമ്മൾ ചെറിയ ചൂടുവെള്ളമേ ചേർക്കാവുള്ളൂ, പച്ചവെള്ളം ചേർക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി ഞാനിവിടെ കൈ കൊണ്ടൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ബട്ടറുണ്ടിത്. അങ്ങനെ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞു. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഈ കറി ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് ഒരു ചാർക്കോൾ എടുത്ത് നന്നായിട്ട് കത്തിച്ചിട്ട് നമ്മൾ ഈ ചാർക്കോളിലോട്ട് വെച്ചിട്ട് ഒരു ചെറിയ ടീസ്പൂൺ എണ്ണ ഇതിലൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അടച്ച് വെച്ച് ഈ പുകയൊക്കെ വെളിയിൽ പോകാതെ നമ്മളിതൊന്ന് അടച്ച് വെക്കണം. ഇനി നമുക്കൊരു മിനിറ്റ് നമുക്കിതൊന്ന് 1-2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ സ്മോക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പ്ലേറ്റ് ഇതിൽ നിന്ന് മാറ്റാം. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ സ്മോക്ക് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് കിട്ടും. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ സ്മോക്ക് പനീർ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണിത്. ആ പനീറിൻ്റെ ആ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത ഒരു ടേസ്റ്റി റെസിപ്പിയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.